മോഹൻലാലിന്റെ വരാൻ പോകുന്ന ബ്രഹ്മാണ്ഡ സിനിമകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാളത്തിന്റെ താരരാജാവായിട്ടുള്ള മോഹൻലാലിന്റെ ഇനി വരാൻ പോകുന്ന സിനിമകളെ പറ്റിയാണ്. മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ലാലേട്ടന്റെ ഇനി വരാൻ പോകുന്ന സിനിമകൾ ഏതാണെന്ന് നോക്കാം. അതിനു മുൻപേ ഒരു കുഞ്ഞു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളൊരു മോഹൻലാൽ ആരാധകനാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലാലേട്ടന്റെ ഇനി വരാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. അതിനു മുന്നേ നമുക്ക് മോഹൻലാലിൻ്റെ അവസാനമായിട്ടിറങ്ങിയ 3 ചിത്രങ്ങളുടെ കളക്ഷൻ ഒന്ന് നോക്കാം. ലാലേട്ടൻ്റെ അവസാനമായിട്ടിറങ്ങിയ 3 ചിത്രങ്ങളിൽ ആദ്യത്തേത് L2 എമ്പുരാൻ എന്ന ചിത്രമാണ്. ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ 2ാം ഭാഗമായിട്ട് വന്നതുകൊണ്ട് തന്നെ എമ്പുരാന് വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു. ഈ ഒരു ചിത്രത്തിന് 268 കോടി രൂപ വേൾഡ് വൈഡായിട്ട് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു. ഇത് മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷനാണ്. അതിനുശേഷം തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ വന്ന തുടരും എന്ന ചിത്രം. ഇത് വലിയ ഹൈപ്പിലൊന്നും വന്ന ചിത്രമല്ല, പക്ഷേ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഇത് വലിയ രീതിയിൽ കളക്ട് ചെയ്തു. 237 കോടി രൂപയാണ് ഈ തുടരുമെന്ന ചിത്രം വേൾഡ് വൈഡായിട്ട് കളക്ട് ചെയ്തത്. അതിനുശേഷം അവസാനമായിട്ട് പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഹൃദയപൂർവ്വമാണ്. ഈ ഒരു സിനിമയും ഒരു വലിയ വിജയം തന്നെയാണ്. 50 കോടിക്ക് മുകളിൽ ഈ ഒരു സിനിമയ്ക്ക് ഇതുവരെ കളക്ട് ചെയ്യാനായിട്ടുണ്ട്. ഇതൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ. അപ്പോൾ ഈ ലാസ്റ്റ് ഇറങ്ങിയ 3 സിനിമകളും വമ്പൻ വിജയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന മോഹൻലാൽ ചിത്രങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഈ മോഹൻലാലിൻ്റെ അവസാനം ഇറങ്ങിയ 3 സിനിമകളെ പറ്റിയൊന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇനി വരാനിരിക്കുന്ന മോഹൻലാൽ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി വരാനിരിക്കുന്ന മോഹൻലാൽ ചിത്രങ്ങളിൽ ഞാൻ ആദ്യം പറയുന്നത് വൃഷഭ എന്ന മൂവിയാണ്. മോഹൻലാലിനെ നായകനാക്കി നന്ദകിഷോർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന വൃഷഭ ഒരു പാൻ ഇന്ത്യൻ ചിത്രമാണ്. മോഹൻലാലിൻ്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളിൽ വളരെയധികം പ്രതീക്ഷയുള്ള സിനിമയാണ്. ഇതിൻ്റെ റിലീസിംഗ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അടുത്തതായിട്ട് പറയുന്നത് മോഹൻലാൽ കാമിയോ റോളിൽ എത്തുന്ന ഒരു ചിത്രമാണ്. ദിലീപ് നായകനാകുന്ന ബബ്ബബ്ബ എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഒരു കാമിയോ റോളിൽ എത്തുന്നുണ്ട്. ഫാഹിൻ സഫർ, നൂറിൻ ഷെരീഫ് എന്നിവർ തിരക്കഥ എഴുതി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഈ ഒരു സിനിമ ഗോകുലം മൂവീസാണ് നിർമ്മിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ ദിലീപിനെ കൂടാതെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, സാൻഡി മാസ്റ്റർ എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നു. ഈ ചിത്രത്തിലെ മോഹൻലാലിൻ്റെ കാമിയോ റോൾ വളരെയധികം പ്രതീക്ഷ അർപ്പിക്കുന്ന ഒന്നാണ്. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് പാട്രിയോട്ട് എന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. ഈ ഒരു സിനിമ വളരെയധികം പ്രതീക്ഷ വെക്കുന്ന ഒരു മോഹൻലാൽ ചിത്രമാണ്. മോഹൻലാലും മമ്മൂട്ടിയും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്നു എന്നതാണ് ഈ ഒരു ചിത്രത്തെ ഏറെ ശ്രദ്ധയാകർഷിക്കുന്നത്. മോഹൻലാലിനെ കൂടാതെ മമ്മൂട്ടി, നയൻതാര, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നീ വലിയ താരങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ റിലീസിംഗ് ഡേറ്റ് ഒന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ചിത്രം വളരെയധികം പ്രേക്ഷകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു മോഹൻലാൽ മമ്മൂട്ടി ചിത്രമാണ്. അടുത്തതായി ഞാൻ പറയുന്ന മോഹൻലാൽ ചിത്രം ജിത്തു ജോസഫ് തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന റാം എന്ന ബിഗ് ബജറ്റ് മൂവിയാണ്. ഈ ഒരു മൂവിക്കായി വളരെ ആകാംക്ഷയോടുകൂടിയാണ് മോഹൻലാൽ ആരാധകർ കാത്തിരിക്കുന്നത്. വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മോഹൻലാൽ ചിത്രമാണ് റാം. ഈ ഒരു സിനിമയിൽ മോഹൻലാൽ ഒരു റോ ഓഫീസറായിട്ടാണ് എത്തുന്നത്. മോഹൻലാലിനെ കൂടാതെ തൃഷ ഈ ഒരു ചിത്രത്തിൽ ഒരു മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. കോവിഡ് വ്യാപന സമയത്ത് മുടങ്ങിപ്പോയ ഈ ഒരു ചിത്രം വീണ്ടും പുനരാരംഭിക്കാൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ ഒരു ചിത്രം ഉപേക്ഷിച്ചു എന്ന രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ നിരവധി കമന്റുകളും ചർച്ചകളുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ചിത്രം ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഇത് ഉടൻ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അടുത്തതായിട്ട് ഞാൻ പറയുന്ന ഒരു മോഹൻലാൽ ചിത്രം ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനമൊന്നും നടന്നിട്ടില്ലെങ്കിലും 100% കൺഫേം ആയിട്ടുള്ള ഒരു മോഹൻലാൽ ചിത്രമാണ്. ഇത് മോഹൻലാലിനെ നായകനാക്കി കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. മണിയമ്പിള്ള രാജുവാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത്. ഒരു അഭിമുഖത്തിൽ ഈ ഒരു ചിത്രം ഉറപ്പായിട്ടും നടക്കുമെന്ന് മണിയമ്പിള്ള രാജു പറഞ്ഞിരുന്നു. ആവാസവ്യൂഹം, പുരുഷപ്രേതം എന്നീ സിനിമകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ സംവിധായകനാണ് കൃഷാന്ത്. തന്റെ എഴുത്തിലെ പുതുമ കൊണ്ടും മേക്കിങ്ങിലെ കൈയടക്കം കൊണ്ടും കൃഷാന്തിന്റെ സിനിമകൾ എപ്പോഴും കയ്യടി നേടാറുണ്ട്. മോഹൻലാലിനെ നായകനാക്കി ഒരു ചിത്രം കൃഷാന്ത് ഒരുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ മുൻപ് പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ ഈ മോഹൻലാൽ സിനിമയെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് സംവിധായകൻ കൃഷാന്ത്. മോഹൻലാലുമായി കുറച്ച് മീറ്റിംഗ് കൂടി ബാക്കിയുണ്ടെന്നും അദ്ദേഹം ഒരു ഗ്രീൻ സിഗ്നൽ തന്നാൽ ആ സിനിമയുമായി മുൻപോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് മലയാള സിനിമാ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു ചിത്രത്തെ പറ്റിയാണ്. ദൃശ്യം 3. ദൃശ്യം 1ഉം 2ഉം കണ്ട് ത്രില്ലടിച്ചിരിക്കുന്ന മലയാള സിനിമ ആരാധകർ ദൃശ്യം 3 എപ്പോൾ വരുമെന്ന ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ആരാധകരുടെ ആ ഒരു ചോദ്യത്തിന് വിരാമം ഇട്ടുകൊണ്ട് ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ദൃശ്യം 3 നമുക്കെല്ലാവർക്കും അറിയാം, ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തുന്ന സിനിമയാണ്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ദൃശ്യം 3യുടെ റിലീസ് 2026 ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞ ചിത്രങ്ങൾ കൂടാതെ നിരവധി ചിത്രങ്ങൾ മോഹൻലാലിൻ്റെതായിട്ട് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. L3
365 എന്ന ആഷിഖ് ഉസ്മാന്റെ ഒരു ചിത്രം മോഹൻലാലിൻ്റെതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലാത്തത് കൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. മറ്റ് നിരവധി ചിത്രങ്ങളും മോഹൻലാലിൻ്റെതായിട്ട് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. മോഹൻലാലിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളിൽ നിങ്ങൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാണാൻ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു.